അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹംസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി സാമ്പാർ. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കായത്തിൻ്റെ കട്ട ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. ചിലർ ഇതിൽ കായത്തിൻ്റെ പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇതിൽ കായത്തിൻ്റെ ആ കട്ട തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. ചേർത്തിപ്പോൾ ആയിട്ടുണ്ട്. സെയിം ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഏകദേശം ഒരു തേങ്ങ ചിരകിയത്, അതിൻ്റെ പകുതി മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതും 2 തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊന്ന് ഇത് ഈ സാമ്പാറിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഏകദേശം തേങ്ങയെല്ലാം മൂത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കായത്തിൻ്റെ കട്ടയും കുറച്ച് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആ തേങ്ങയിലേക്ക് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ അതിൽ ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിൽ നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സാമ്പാറിൻ്റെ പീസുകൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഉണ്ടല്ലോ, തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് വാളംപുളിയാണ്. ഞാൻ നേരത്തെ ഒരു ചെറിയ നാരങ്ങ ചെറിയൊരു വലുപ്പത്തിലുള്ള പുളിയാണ്. അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിത് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ സാമ്പാർ തയ്യാറാക്കുമ്പോൾ. മിക്ക ആൾക്കാരും ഇപ്പോഴത്തെ അവസ്ഥയിൽ ജോലിയൊക്കെ ഉള്ള ആൾക്കാരെ കൂടുതൽ സാമ്പാർ പൊടിയൊക്കെ നമ്മൾ പെട്ടെന്ന് എളുപ്പ രീതിയിൽ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തയ്യാറാക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു വിസിലടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. ആ സമയം കൊണ്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. നമുക്ക് കറിയൊന്ന് നല്ല താളിച്ചെടുക്കണമല്ലോ, അതിനായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് കറിവേപ്പില, നമ്മുടെ ഉണക്ക മുളകും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഗ്യാസ് സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കുക. കണ്ടില്ലേ, അപ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മുടെ വെജിറ്റബിൾ പീസസ് ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സാമ്പാർ ഈസിയാണ് കേട്ടോ. അധികം ടൈമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സാമ്പാറാണ്. എപ്പോഴും നമ്മൾ ദോശ, ഇഡ്ഡലി ഇതിൻ്റെ കൂടെയൊക്കെയുള്ള സാമ്പാർ കൂട്ടിയെടുക്കുക. ഇത് ചപ്പാത്തിക്കും നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നല്ല സാമ്പാറാണ് കേട്ടോ. ഇത് നമ്മുടെ ഇറച്ചിയൊക്കെ, നമ്മൾ ചിക്കനും ബീഫൊക്കെ കഴിക്കുന്ന അതേ സ്വാദാണ് കേട്ടോ ഈ ഒരു സാമ്പാർ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം കേട്ടോ. താങ്ക് യു.